ഓള് ആഗ്രഹിക്കുന്നൊക്കെ സംഭവിക്കും. ഓളെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു അറിയോ? എന്നെ കിട്ടുവാന്നുള്ളത്. അതെ, ഇടക്കിങ്ങനെ പറയുന്നത് ഞാൻ കേട്ട് മിത്തോട്ടെ, ഞാൻ ഇങ്ങനെ ആഗ്രഹം, എനിക്ക് ഇങ്ങനെ ഒരു ഇങ്ങനത്തെ ലുക്കുള്ള ഒരു ചെക്കൻ, ഇങ്ങനെ ഒരു ഇതാക്കുന്നതൊക്കെ അതൊക്കെ എപ്പോഴെങ്കിലല്ലേ വരുള്ളൂ. കാരണം ഇത് നമ്മുടെ മുമ്പിൽ പറഞ്ഞ പിന്നെ ഇവർ തീർന്നില്ലേ, ബെസ്റ്റ് ആണ് കിട്ടിയെന്ന് പറഞ്ഞാൽ. അതൊക്കെ എപ്പോഴും ഏതെങ്കിലും ഒരു മൊമെന്റിൽ നമ്മുടെ മൈൻഡിൽ വന്ന കാര്യമായിരിക്കും. നമ്മൾ അത് പിന്നെ ചിന്തിക്കുന്നേ ഇല്ല. ഞാൻ ഒരു പ്രാവശ്യം ഞാൻ ബാംഗ്ലൂരിലെ സമയത്ത് ഒരു ഇന്റർവ്യൂവിന് പോയി. ഇന്റർവ്യൂവിന് പോയപ്പോൾ നെക്സ്റ്റ് ഒരു നോർത്ത് ഇന്ത്യൻ ആരോ ഇരിക്കാം, മുടിയൊക്കെ ഇങ്ങനെ ശരിക്കും ഒരു ബോളിവുഡ് ഹീറോനെ പോലെ ഒരാൾ. അപ്പം ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് എന്തായാലും ഇങ്ങനത്തെ ചെക്കനൊന്നും കല്യാണം കഴിക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലുള്ള നാട്ടിലെ ആള് മോശം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അങ്ങനെ ഒരു കാണാനൊക്കെ നാടൻ സ്റ്റൈലുള്ള അങ്ങനെയൊക്കെ ഫ്രീക്കൻ അല്ലാത്ത ഒരാളായിരിക്കും എന്തായാലും ഞാനൊക്കെ കഴിക്കാം. ഇങ്ങനെയൊക്കെ കഴിക്കാൻ ചിലപ്പം അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്നു. അപ്പം പിന്നെ കുറേ കഴിഞ്ഞ് നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ കാറിൽ പോകുമ്പോൾ ഞാൻ വന്നിട്ടാ കുറേ മുന്നേ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിരുന്നു, ദൈവം എന്റെ പ്രാർത്ഥന കേട്ടല്ലേ. അപ്പൊ അത് പക്ഷേ കല്യാണത്തിന് പെണ്ണ് കാണാൻ പോയപ്പോ എന്നെ റിജക്ട് ചെയ്തു. എന്ത് പറഞ്ഞാ ഇങ്ങനത്തെ ഫ്രീക്കാണെന്നല്ല ഞാൻ ലൈഫിൽ ആലോചിക്കുന്നത്. ഞാൻ നല്ല നാടൻ മുണ്ടും ഷർട്ടൊക്കെ ഇട്ട് നാടൻ ലുക്കില് പാവ ആളെയാണ് ഭർത്താവായിട്ടുണ്ട്. നിങ്ങളെ പോലത്തെ ക്ലബിലും പബ്ബിലും ഒക്കെ പോയി മുളറും കളറടിച്ചിട്ട് നാളെ വേണ്ട.